iPhone 13 ഇപ്പോൾ കൊടുക്കണം. iPhone 15, 14 ഒക്കെ ഇറങ്ങിയതല്ലേ, അപ്പോൾ അതിൻ്റെ വില കുറഞ്ഞിട്ടുണ്ടാവില്ലേ? യെസ് iPhone 13 75Kയിൽ നിന്ന് ഇപ്പോൾ ഏകദേശം 52Kയിലേക്ക് വന്നിട്ടുണ്ട്. ബട്ട് $500,000 സ്പെൻഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഈ ഫോണിൽ ഉണ്ടാവണം എന്ന് അറിയുന്നത് ഒരു നല്ല ഓപ്ഷനാണ്. സോ iPhone 13ൻ്റെ ഡ്രോബാക്സും ഫീച്ചേഴ്സുമാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. മെയിൻലി കാര്യമാണ് ക്യാമറ. ഈ ഫോൺ ഇറങ്ങിയ സമയത്ത് മിക്ക യൂട്യൂബേഴ്സും എന്തൊക്കെ പറഞ്ഞു തന്ന സംഭവമാണ് ഈ ക്യാമറ ഭയങ്കര ബോറിംഗ് ആണ്. ഞാൻ യൂസ് ചെയ്യുമ്പോൾ ഫീൽ ചെയ്ത് 9 out of 10 ടൈംസും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഗുഡ് ക്വാളിറ്റി ഫോട്ടോസും ഗുഡ് ക്വാളിറ്റി വീഡിയോസും ആണ് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായത് ഈ ഫോൺ. പിന്നെ മോശമായിട്ട് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ ഹൈ ഡൈനാമിക് റേഞ്ച് ഫോട്ടോസാണ്. ഇത് ചില സമയങ്ങളിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് നല്ല ഫോട്ടോസ് കിട്ടില്ല. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ചില യൂട്യൂബേഴ്സ് ഈ ഫോൺ ഇറങ്ങിയപ്പോൾ ഭയങ്കര മോശം റിവ്യൂ ആണ് എന്ന് പറഞ്ഞെന്നൊക്കെ പറഞ്ഞു. അവരിൽ മിക്ക ആൾക്കാരും പറഞ്ഞ കാര്യമാണ് ഇതിലെടുക്കുന്ന ഫോട്ടോസ് ഭയങ്കര ഡള്ളായിട്ടാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ കളേഴ്സ് തീരെ പോരാന്നാണ് പറയുന്നത്. അതിൽ മിക്ക ആൾക്കാരും പറഞ്ഞ കാര്യം ഈ ഫോണിലെടുക്കുന്ന ഫോട്ടോയുടെ കളർ ബാക്കിയുള്ള ഫോണിനനുസരിച്ച് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് മോശമായിട്ടാണ് തോന്നിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ക്യാമറയുടെ ക്വാളിറ്റി അതെടുക്കുന്ന ഫോട്ടോൻ്റെ കളേഴ്സിനനുസരിച്ച് റേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതൊരു സബ്ജക്റ്റീവ് കാര്യമാണ്. ചില ആൾക്കാർക്ക് ഭയങ്കര ഹൈ കോൺട്രാസ്റ്റ് ഹൈ കളേഴ്സ് ആയിട്ടുള്ള ഫോട്ടോസ് ആയിരിക്കും ഇഷ്ടം, ചില ആൾക്കാർക്ക് അങ്ങനെ ആയിരിക്കില്ല. ഈ സംഭവം ഒട്ടുമിക്ക യൂട്യൂബേഴ്സിനും അറിയാം, അതുപോലെ തന്നെ ആപ്പിളിനും അറിയാം. അതുകൊണ്ടാണ് ആപ്പിൾ തന്നെ യൂസേഴ്സിന് അവരുടെ ഇമേജ് സിഗ്നലിംഗ് പ്രോസസ്സേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. ലൈക്ക് ബാക്കിയുള്ള ഫോൺ പോലെ നമ്മൾ ഫോട്ടോ എടുത്തതിന് ശേഷം നമ്മൾ ഫിൽറ്റർ ആഡ് ചെയ്ത് പിന്നെ കളർ കൂട്ടുന്ന പരിപാടിയല്ല സംഭവം. അതുകൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര കോൺട്രാസ്റ്റി ഫോട്ടോസ് ഉള്ള വേണ്ട ആൾക്കാരാണെങ്കിൽ നമുക്ക് അതിൻ്റെ ISP ട്യൂൺ ചെയ്യാം. അതുപോലെ തന്നെ ചില ഫോട്ടോഗ്രാഫേഴ്സിന് വല്ലാണ്ട് കളേഴ്സ് കൂടാൻ പാടില്ല, കാരണം അവർ എഡിറ്റ് ചെയ്യുമ്പോൾ അത് അവരെ എഫക്റ്റ് ചെയ്യും. അവർക്ക് വേണ്ടി നമുക്ക് നോർമൽ രീതിയിലും ടോൺ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നമ്മുടെ സാധാരണ ഫോട്ടോ എടുത്തതിന് ശേഷം വിവിഡ് ഫിൽറ്റർ ഇടുന്ന പരിപാടിയല്ല. നമ്മുടെ ക്യാമറയുടെ ഇമേജ് സിഗ്നൽ പ്രോസസ്സിൽ പോയിട്ടാണ് ഈ അഡ്ജസ്റ്റ്മെന്റ് മേക്ക് ചെയ്യുന്നത്. സോ ഇത് നമുക്ക് ഓൾമോസ്റ്റ് ലൈക്ക് ഫോട്ടോ എടുക്കുന്നതിന് മുമ്പ് തന്നെ ട്യൂൺ ചെയ്യുന്ന പരിപാടിയാണ്. നെക്സ്റ്റ് കാര്യമാണ് ഡിസ്പ്ലേ വരുന്നത് സൂപ്പർ റെറ്റിന XDR OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൽ 1200 nits പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെ ഉണ്ട്. ബട്ട് മെയിൻ പ്രോബ്ലം വരുന്നത് ദിസ് നോച്ചാണ്. നിങ്ങൾ ഈ കൊല്ലത്തിൽ $500,000 സ്പെൻഡ് ചെയ്ത് വേറെ ഏത് ഫോൺ വാങ്ങി കഴിഞ്ഞാലും അതിൻ്റെ ഡിസ്പ്ലേ ഡിസൈൻ എന്ന് പറയുന്നത് ഈ ഫോണിനെ കാട്ടിയും ബെറ്റർ ആയിട്ടാണ് ഇരിക്കുക. ഈവൻ 50K പോലും വേണ്ട ബഡ്ജറ്റ് സ്മാർട്ട് ഫോണിൽ തന്നെ 120 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. ഇതിൽ ഉണ്ടാവുകയില്ല, 60 Hz മാത്രമാണ്. ബാക്കിയുള്ള 120 Hz പ്രോ ഫോണിൽ മാത്രം മാറ്റി വെച്ചിട്ടുള്ളതാണ് ആപ്പിൾ. സോ അതങ്ങനെയാണ്. പിന്നെ അടുത്ത കാര്യം പറയേണ്ടത് ബാറ്ററി ലൈഫാണ്. ബാറ്ററി ലൈഫിൽ നമ്മൾ രണ്ട് കാര്യമാണ് നോക്കുക. ഒന്ന് നമുക്ക് ബാറ്ററി ലൈഫും അതുപോലെ തന്നെ ചാർജിങ് സ്പീഡും. ബാറ്ററി ലൈഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളൊരു നോർമൽ യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ഓൾ ഡേ ബാറ്ററി ലൈഫ് കിട്ടും, യാതൊരു പ്രശ്നവുമില്ല. കാരണം 60 Hz ഡിസ്പ്ലേ ആണ്, അത്യാവശ്യം നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രോസസ്സറുമാണ്. സോ നിങ്ങൾക്ക് നോർമൽ യൂസേജിനൊക്കെ ഹോൾ ഡേ ബാറ്ററി ലൈഫ് കിട്ടും. ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ ഫോൺ ചാർജിന് വയ്ക്കുകയാണെങ്കിൽ പിന്നെ അത് ഫുൾ ചാർജ് ആവാൻ ഏകദേശം 1 മണിക്കൂറിൻ്റെ അടുത്ത് സമയം എടുക്കും. അത് മാത്രമാണ് ബാറ്ററി കാര്യത്തിൽ ഒരു വീക്ക് പോയിന്റ് എന്ന് പറയാറുള്ളത്. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾ ഈ 50K ബഡ്ജറ്റ് വേറെ ഏത് ഫോണിൽ സ്പെൻഡ് ചെയ്താലും ഇതിനും ബെറ്റർ ചാർജിങ് സ്പീഡുള്ളതും അതുപോലെ തന്നെ സെയിം ബാറ്ററി ലൈഫുള്ള ഫോൺ നിങ്ങൾക്ക് കിട്ടും. ഈവൻ 100 വാട്ട് ചാർജിങ് സ്പീഡ്, അതായത് ചിലപ്പോൾ 30 മിനിറ്റിൻ്റെ ഉള്ളിൽ ഫുൾ ചാർജ് ആവുന്ന ഫോണുകളെല്ലാം നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അത് ഓക്കെ. നെക്സ്റ്റ് കാര്യമാണ് സോഫ്റ്റ്വെയറും അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഈ ഫോണിൽ വെച്ച് ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഫീച്ചർ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് രണ്ട് കാര്യം തന്നെയായിരിക്കും. ഒന്ന് ഇതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ്, അതുപോലെ തന്നെ ഈവൻ ആൻഡ്രോയിഡ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് റൺ ചെയ്യുന്ന ഗൂഗിളിൻ്റെ മിക്ക ആപ്പുകളും കൂടുതൽ ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് വരുന്നത് ഐഫോണിലാണ്. അത് മാത്രമല്ല ഇപ്പോൾ ഇനി iOS 18 ഇപ്പോൾ ഇറങ്ങാൻ നമ്മളതിനെ പറ്റി വീഡിയോ ചെയ്യുന്നുണ്ട്. 100% iOS 18 അപ്ഡേറ്റ് ഉണ്ടാവും. കാരണം ഇതിൽ 16 കോർ ന്യൂറൽ എഞ്ചിൻ ഉള്ളതാണ്. സോ മിക്ക AI ഫീച്ചേഴ്സും സപ്പോർട്ട് ചെയ്യുന്നതാണ്. സോ അപ്ഡേറ്റ് ഇതിന് കിട്ടും. അത് മാത്രമല്ല ഇനി വരാൻ പോകുന്ന iOS 19 അതുപോലെ തന്നെ 20 അപ്ഡേറ്റ് എല്ലാം മിക്കതും കിട്ടുന്നതാണ്. 100% ഗ്യാരണ്ടിയിൽ പറയാൻ പറ്റുന്ന കാര്യമാണ്. കാരണം എൻ്റെ കയ്യിലുള്ള ഒരു iPhone 6s ഇപ്പോൾ വരെ സെക്യൂരിറ്റി പാച്ചസ് ഇപ്പോഴും കിട്ടുന്നുണ്ട്. സോ ഇനി അടുത്ത് നോക്കേണ്ട കാര്യമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ചില ആൾക്കാർക്ക് iOS ഇഷ്ടമാണ്, ചില ആൾക്കാർക്ക് iOS ഇഷ്ടമാവില്ല. യൂഷ്വലി നിങ്ങൾക്ക് കസ്റ്റമൈസേഷനും അങ്ങനത്തെ കാര്യങ്ങളിലും നോക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മിക്കതും iOS എടുക്കേണ്ടി വരില്ല. കാരണം ഇതൊരു ക്ലോസ്ഡ് സിസ്റ്റമാണ്. ലൈക്ക് നിങ്ങൾ ആൻഡ്രോയിഡ് യൂസ് ചെയ്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫയൽ ട്രാൻസ്ഫർ ഇങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല, അങ്ങോട്ട് ചെയ്യാം യൂഷ്വലി സുഖമായിട്ട്. നമ്മുടെ PC-യിലേക്ക് ചെയ്യാം, PC-യിൽ നിന്ന് ഫോണിലേക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിന് സെപ്പറേറ്റ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കസ്റ്റം റിംഗ് ടോൺസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വെക്കാൻ പറ്റില്ല. സോ നിങ്ങൾക്ക് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ആൾക്കാരാണെങ്കിൽ you are better off with an Android device. Let's talk about
പെർഫോമൻസ്. ഐഫോൺ 13 വരുന്നത് A15 ബയോണിക് ചിപ്പാണ്, അതുപോലെ തന്നെ 6 കോർ പ്രോസസ്സേഴ്സ് ഉള്ള ഒരു CPU ആണ്. ഈ കാര്യത്തിൽ യാതൊരു കമ്പാരിസണും ഇല്ല. നിങ്ങൾക്ക് ഏത് ഗെയിമും ഇപ്പോഴും ഹൈ സെറ്റിംഗ്സിലിട്ട് കളിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഫോണിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എഡിറ്റിങ്ങും ഇതെല്ലാം സ്മൂത്ത് ആയിട്ട് പോകും, യാതൊരു പ്രശ്നവുമില്ല. സോ ഈ കൊല്ലം ഐഫോൺ 13 എടുക്കുന്നത് നിങ്ങൾക്ക് വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ പുതിയ ഫോൺ റിലീസസ് ഈ പ്രൈസ് റേഞ്ചിൽ ഇറങ്ങുന്നുണ്ട്. ഈ ഫോൺ 2-3 കാര്യങ്ങളിൽ ഇപ്പോൾ ഇറങ്ങുന്ന ഫോണിലായാലും ഏറ്റവും ബെസ്റ്റ് ഇൻ ക്ലാസ് ആണ്. അതിലൊന്നാണ് റോ പെർഫോമൻസ്, അതുപോലെ തന്നെ ക്യാമറ വീഡിയോ ക്വാളിറ്റി. പിന്നെയുള്ളൊരു കാര്യമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റവും, അതുപോലെ തന്നെ വെൽ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ആപ്പും. പിന്നെയുള്ള ഒരു കാര്യമാണ് ലോങ്ജിവിറ്റി. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ വാങ്ങിയാലും ഇനി ഒരു 5-6 കൊല്ലത്തേക്കും നിങ്ങൾക്ക് യാതൊരു പെർഫോമൻസ് റോട്ടിലിംഗ് ഇല്ലാതെ ഈ ഫോൺ യൂസ് ചെയ്ത് പോകാം. സോ ഈ മെൻഷൻ ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് ഹയസ്റ്റ് പ്രയോറിറ്റി എങ്കിൽ നിങ്ങൾ 50K ഈ ഫോണിൽ സ്പെൻഡ് ചെയ്തായിരിക്കും ബെറ്റർ. അതല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ സ്പെക്സ് കിട്ടുന്ന ഫോണാണെന്ന് നോക്കുകയാണെങ്കിൽ യു വിൽ ബി ബെറ്റർ ഓഫ് വിത്ത് ആൻഡ്രോയിഡ് ന്യൂ ഡിവൈസസ്. അതായത് പുതിയ റിലീസായിട്ടുള്ള ആൻഡ്രോയിഡ് ഡിവൈസസ് ആയിരിക്കും നിങ്ങൾക്ക് ബെറ്റർ. ലൈക്ക് ഐക്യുവിൻ്റെ പുതിയ ഫോണിൽ 888 Gen 3 പ്രോസസ്സേഴ്സ് എല്ലാം വരുന്നുണ്ട്, അത്യാവശ്യം നല്ല ഫോണാണ്.